ഹായ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മീനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിന് ഉലുവ മീനെന്ന് പറയും. പിന്നെ ചില സ്ഥലങ്ങൾ ഉലുവാച്ചി എന്ന് പറയും. തമിഴ് ചേർന്നൊരു ഉലുവാച്ചി, പക്ഷെ ഇവിടെ പറയുന്ന ഉലുവാച്ചി എന്നാണ്. ഇത് ഒരുപാട് മാംസമുള്ളൊരു മുള്ള് കുറവാണ്, മാംസമുള്ള മീനാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോഴും ഒരു മുളക് വെച്ചിട്ടുള്ളൊരു കറിയുണ്ട് ഇതിനകത്ത്. ഒരുപാട് ലൂസാക്കാതെ വെക്കുന്ന കറി, എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുന്നൊരു കറി തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കറി വയ്ക്കാനായിട്ട്, ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ക്രഷ്ഡ് ചില്ലി 1/2 ടീസ്പൂൺ, ഒരു ടീസ്പൂണിനകത്ത് പെരിഞ്ജീരപ്പൊടി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ ഇതും കൂടെ ചേർത്ത് പൊരിച്ച് വെക്കും. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ശകലം വെള്ളം, ഒന്ന് ഉപ്പിടണം ആവശ്യത്തിന്. ഉപ്പാണ്. അരപ്പ് പുരട്ടിയിട്ട് നമ്മളൊന്നും കൂടെ നോക്കണം, ഉപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കണം. കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് നമുക്ക്, ചെറിയ മീനായിരുന്നുകൊണ്ട് നമുക്ക് ഒന്നെടുത്തിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അരപ്പ് പുരട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴയ്ക്കുന്നത് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ, കുറച്ച് സമയം ഇതുപോലെ കുഴച്ച് നല്ലപോലെ വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റ്, 5 മിനിറ്റ് എങ്കിലും വെച്ചാലും മതി. ഇപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം, മീൻ കറി തയ്യാറാക്കാം. ചൂടായി കടുകിട്ടു. ഇതിൽ കടുകിട്ട് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളകും കൂടെ അതിനകത്ത് വഴറ്റാം. ഇപ്പോൾ സമയത്ത് നമ്മൾ നല്ലപോലെ വഴറ്റുക. നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴത്തേക്ക് ആ തീ കുറച്ചിട്ട് നമുക്ക് പൊടികളിടാം. വെന്ത് വരും. ഇനി നമ്മൾ കുറച്ച് വയ്ക്കുക. ഈ കറി ഒരുപാട് ലൂസായിട്ടിരിക്കത്തില്ല, കുറച്ച് കുറുകിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുളക് ചെടി 5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിനൊപ്പം കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റുക. അപ്പം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുമ്പോൾ നല്ലൊരു മൂത്ത് വന്നൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് പുളിവെള്ളം എടുത്തൊഴിക്കും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റുക. നമുക്ക് പുളിവെള്ളമാണ്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. സോറി, 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റണം. എന്നാൽ അതിൻ്റെ പച്ച ഇതൊക്കെ മാറി ഒരു മൂത്ത് വരുന്നൊരു സ്മെല്ല് വരും. അപ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളയ്ക്കണം. ചുള്ള മീനല്ലേ, അപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പ് ഇട്ടാൽ എല്ലാം പൊടിഞ്ഞ് തയ്ക്കും. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടുന്നവർക്ക് ഒഴിക്കുക, എന്നിട്ട് പിന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കാണ് പുളി, അതായത് നമ്മുടെ കുടംപുളിയൊക്കെ ഇടുന്നത് ആ ടൈമിലാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ചൊന്ന് നമ്മുടെ അരപ്പ് നല്ല ഇട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിടാം. അപ്പോൾ ഇത് നമ്മൾ ഈ മീനിട്ടതിന് ശേഷം നടുക്ക് സ്പൂൺ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നേരെ ചവിട്ടി പിടിക്കില്ല, ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയാണ് അതിനകത്ത് കൂടുതൽ വരേണ്ടത്. അപ്പോൾ ഇത് പുറത്ത് വെച്ചിരുന്ന ഒരുപാട് ദിവസം ഇരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിട്ട് വെച്ച് വേവിക്കുമ്പോൾ ഒരു ടിപ്സ് പറഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, വെളിച്ചെണ്ണ. അപ്പം തൂകിപ്പോവില്ല. ഏത് സാധനം ഇടാലും കുറച്ച് എണ്ണ ഒഴിക്കും.
എന്നിട്ട് നമുക്ക് അടച്ച് മീൻ വേവണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചു ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ച് വയ്ക്കാം. വെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉള്ളിൽ വയ്ക്കാം. പിന്നെ ഞാൻ ചെറിയ തീയിൽ വെച്ചാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊപ്പം പൊടിയിലാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതൊന്ന് മറിഞ്ഞിറക്കാം. ഇതിനകത്ത് ഈ മീൻ കറിക്ക് ഞാൻ ചേർക്കുന്നൊരു മസാല ഉണ്ട്. അതിനകത്ത് അത് ഉലുവാപ്പൊടിയും പെരിഞ്ചീരകമാണ്. അപ്പോൾ രണ്ടും എടുത്തിട്ട് ഒരേ അളവിലെടുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പൊടി ഇടുമ്പോഴത്തേക്ക് കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറുന്നതാണ്. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഇതെപ്പോഴും ഇറക്കേണ്ടത് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെയൊക്കെ വെച്ച് അറിയാൻ മതി. അല്ലെങ്കിൽ കൈ വെച്ച് നിങ്ങൾക്ക് 2 ടവൽ വെച്ചിട്ട് ചുറ്റിക്കുകയും ചെയ്യാം. തീ ഈ നല്ല തീയിൽ തിളയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെന്താ തീ കുറച്ച് വയ്ക്കണം. അപ്പോൾ ചുവട്ടിലും പിടിക്കില്ല, ശരിക്കും വെന്തും കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഫ്രൈ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിറച്ച് തിരിച്ചിട്ട് വെക്കണം. ആദ്യം തന്നെ കഴിക്കാതെ ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു ഭാഗം എന്തിരുമ്പോൾ ഒന്നും കൂടെ നിറച്ചിടാം. പല പൊരിക്കുന്നതിനകത്ത് പല രീതിയിലുമാണ് ഇതിൻ്റെ അരപ്പ് ചേർക്കുന്നത്. ചില മീനിനൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ മീനാണ്. ഇതിന് സാധാരണ മീനാണ് ഇത്, പക്ഷേ ഇങ്ങനെ പെരിഞ്ചീരകമൊക്കെ ചേർത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ കറി റെഡിയായിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യുന്നു. അതിന് ശേഷം ഒരു ലേശം വെളിച്ചെണ്ണയുടെ പുറത്ത് ഇച്ചിരി മതി വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില ഇങ്ങനെ ഇടുക. പിന്നെ നമ്മൾ ഇടുന്ന വെച്ചാൽ ഇതിനകത്ത് ഒരു പിഞ്ച് കായപ്പൊടി ഇടുക. അപ്പോൾ കറി ഉണ്ടല്ലോ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും, ചീത്തയാകാം. പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനെടുത്ത മീൻ ഒരുപാട് വലിപ്പമൊന്നുമില്ല. വലിപ്പമുള്ള മീൻ കിട്ടുന്നെങ്കിൽ നല്ല സ്ലൈസായിട്ട്, ഇത്രയും വണ്ണം കുറച്ച് സ്ലൈസായിട്ട് വട്ടത്തിൽ അരയുകയാണെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യാൻ. വലിയ കഷ്ണമായിട്ടൊന്നും ഇടരുത്. ഇതിപ്പോൾ ഒരു മീഡിയം വണ്ണം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ല തിരിച്ച് മറിച്ചും മുറിച്ചെടുക്കണം കഴിക്കാതെ. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉലുവ മീൻ കറി റെഡിയായിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്കും ഫോളോയും ചെയ്യണം, മറക്കാതെ ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു നല്ല നോൺ വെജിൻ്റെ വിഭവമായിട്ട് വീണ്ടും കാണാം.